ബി.ജെ.പി കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ജില്ലാ ഫാം ടൂർ സഹകരണ സംഘത്തിൽ വായ്പയെടുത്തവരിൽ ബി.ജെ.പി നേതാക്കളും സംസ്ഥാന നേതാക്കൾ മുതൽ ബി.ജെ.പി കൗൺസിലർമാർ വരെ വായ്പയെടുത്തവരുടെ പട്ടികയിലുണ്ട്. അതേസമയം കേസിന്റെ അന്വേഷണം കണ്ടോൺമെന്റ് എ.സി.പിക്ക് കൈമാറി. മൊഴിയെടുക്കുന്നതിന് ബാങ്ക് സെക്രട്ടറിക്ക് പോലീസ് നോട്ടീസും നൽകിയിട്ടുണ്ട്. നിരുപൻ ചക്രവർത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അസിത, തിരുമല അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരികയാണ്. ആ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോഴേക്കും ബി.ജെ.പി നേതൃത്വം അക്ഷരാർത്ഥത്തിൽ വെട്ടിലാവുന്ന കാഴ്ചയാണ്. ബി.ജെ.പിയുടെ സംസ്ഥാന നേതാക്കൾ ഒപ്പം തന്നെ കൗൺസിലർമാർ വരെ അടക്കം അവിടെ നിന്ന് വായ്പകൾ എടുത്തിട്ടുണ്ട്. ആ വായ്പകൾ തിരിച്ച് അടച്ചിട്ടില്ല. സിമി ജ്യോതിഷ് എന്ന വർഷങ്ങളായി തലസ്ഥാനത്ത് കൗൺസിലറായിട്ടുള്ള സിമി ജ്യോതിഷ് അവിടെ നിന്ന് പണം എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ രമേശൻ എന്ന ബി.ജെ.പി നേതാവ് അവിടെ നിന്ന് പണം എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ പുന്നക്ക മോൾ കൗൺസിലറായിട്ടുള്ള മഞ്ജു അവിടെ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ട്. ഈ വായ്പകളൊന്നും തിരിച്ച് അടച്ചിട്ടില്ല എന്നതാണ് വിവരം. ഒപ്പം തന്നെ ബി.ജെ.പിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള അഞ്ജന അടക്കമുള്ള നേതാക്കൾ അവിടെ നിന്ന് പണം എടുത്തിട്ടും വായ്പകൾ തിരിച്ചടച്ചില്ല. ഈ പണം തിരിച്ചു നൽകാത്തതോടുകൂടി വലിയ തരത്തിലുള്ള പ്രതിസന്ധി അനിൽ നേരിട്ടു. പാർട്ടി ലീഡർഷിപ്പിനെ സമീപിച്ചിട്ടും ഒരു തരത്തിലുള്ള പരിഹാരം ഉണ്ടായിട്ടില്ല. അവസാനം മാനഹാനി സഹിക്കാൻ കഴിയാതെയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്ന തരത്തിൽ തന്നെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ഒപ്പം തന്നെ പോലീസ് അന്വേഷണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നു, ഊർജിതമാക്കുന്നു. കണ്ടോൺമെന്റ് എ.സി.പിക്ക് അന്വേഷണ ചുമതല കൈമാറി. അദ്ദേഹം ബാങ്കിന്റെ സെക്രട്ടറിയോട് ഇത് സംബന്ധിച്ച് മൊഴിയെടുപ്പിന് വേണ്ടിയിട്ടുള്ള നോട്ടീസ് നൽകി കഴിഞ്ഞു. അതുകൊണ്ട് സമഗ്രമായ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഒപ്പം തന്നെ മന്ത്രി വി ശിവൻകുട്ടി അടക്കം ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ബി.ജെ.പിയുടെ ലീഡർഷിപ്പിന് പൂർണ്ണമായി അറിയാമായിരുന്നു. ഇത്തരം കാര്യങ്ങൾ മറച്ചുവെച്ചു. രാജീവ് ചന്ദ്രശേഖരനും കാര്യങ്ങൾ അറിയാമായിരുന്നു എന്നതാണ് വി ശിവൻകുട്ടി ഇന്ന് രാഷ്ട്രീയ ആരോപണമായി മുന്നോട്ട് വച്ചത്. അല്ല, സത്യം പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ഈ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ കാര്യങ്ങൾ അറിയാമായിരുന്നു. അവരുടെ കുടുംബാംഗങ്ങളുടെ പ്രഖ്യാപനം അനുസരിച്ചാണെങ്കിൽ അവർ വളരെ സങ്കടപ്പെട്ട് പറയുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ അടുത്തെല്ലാം വന്ന് ഞാൻ നേരത്തെ ഈ കാര്യം പറഞ്ഞതല്ലേ എന്ന്. അദ്ദേഹത്തിൻ്റെ ആ കുറിപ്പിലും നമ്മളെ വേർപെടുന്നതിന് മുമ്പുള്ള കുറിപ്പിലും അദ്ദേഹം എഴുതിയിട്ടുണ്ട്, നമ്മുടെ ആൾക്കാർ മുഴുവൻ ചതിച്ചതാണെന്ന്. ഇന്നലെ നമ്മുടെ ആൾക്കാർ ആരാണെന്ന് സംബന്ധിച്ചിടത്തോളം മുരളീധരൻ്റെയൊക്കെ ഒരു വിശദീകരണം ഉണ്ടായിരുന്നു. ബി.ജെ.പിക്ക് 100% ബി.ജെ.പിയുടെ അംഗങ്ങളും അതുപോലെ തന്നെ ജീവനക്കാരും മാത്രമുള്ള ഒരു ബാങ്കാണ് ഈ ബാങ്ക് എന്ന് പറയുന്നത്. അവിടെ നിന്ന് ലോൺ എടുത്തിട്ടുള്ളവർ എല്ലാവരും മഹാഭൂരിപക്ഷം വരുന്ന ബി.ജെ.പിക്കാരാണ്. അപ്പോൾ അനിൽകുമാർ RSSൻ്റെ പ്രമുഖ നേതാവാണ്. ബി.ജെ.പിയുടെ ജില്ലയിലെ വളരെ പ്രമുഖനായിട്ടുള്ള നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഈ വേർപാടിൽ, ഈ മരണത്തിൽ ബി.ജെ.പിയുടെ നേതൃത്വത്തിന് നല്ല പങ്കുണ്ട്. ആ പങ്കിനെ സംബന്ധിച്ചിടത്തോളം സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യമാണ്. ഒപ്പം തന്നെ അസിത, വലിയ തരത്തിലുള്ള പ്രതിഷേധം ബി.ജെ.പിക്കുള്ളിലും RSSനുള്ളിലും ശക്തമാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ബി.ജെ.പിയുടെയും RSSൻ്റെയും നേതാക്കളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ നേതൃത്വത്തിന് പറ്റിയ വീഴ്ചയെ സംബന്ധിച്ച് കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിക്കുന്നു. ഒപ്പം തന്നെ ഈ സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള നീലിമ ആർ കുറുപ്പ്, അവർക്ക് ചില വിഭാഗം നേതാക്കൾ സംരക്ഷണ കവചം ഒരുക്കി പകരം അനിലിനെ തള്ളിപ്പറഞ്ഞു. അതുകൊണ്ടാണ് ഇത്തരം പ്രതിസന്ധിക്ക് കാരണമായത് എന്ന തരത്തിലുള്ള വിലയിരുത്തലുണ്ട്. ബി.ജെ.പി ലീഡർഷിപ്പ് ഇതിൽ ഇടപെട്ടില്ല എന്ന വിമർശനം RSS മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് കേസുമായി ബന്ധപ്പെട്ട തുടർ അന്വേഷണങ്ങൾ കൂടുതൽ ബി.ജെ.പിയെ പ്രതിസന്ധിയിലാക്കുമെന്ന കാര്യം ഉറപ്പാണ്. അസിത. ശരി, നിരുപൻ ചക്രവർത്തിയാണ് വിവരങ്ങൾ നൽകിയത്.